നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിൽ ഓപ്പൺ കിച്ചന്റെ കാര്യങ്ങളാണ്. ഓപ്പൺ കിച്ചന്റെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഇവിടുന്ന് കാണുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കാണാം. അതായത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ കിച്ചൺ കാണാൻ പറ്റും. അത്രയും ഏരിയയിലാണ്. നമ്മളിവിടെ കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഒരു ഷോ ഇവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു. അതായത് ഇത് പലർക്കും ഇഷ്ടമുണ്ടായിരിക്കും, പലർക്കും ഇഷ്ടമുണ്ടാവില്ല. എന്തിനാണ് ഇങ്ങനെ അടുക്കള തുറന്നു വെച്ച് എന്നുള്ള പല ചിന്താഗതികളുണ്ടായിരിക്കും. നമുക്ക് ഇത് ഇങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴും എല്ലാവരും ഇങ്ങനെ തുറന്ന്, അതായത് നമ്മുടെ ഫ്രീ ആയിട്ട് എല്ലാവരും എപ്പോഴും കാണുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് കയറി വരുന്ന ഭാഗത്ത് തന്നെ നമ്മളൊരു ബെഡ്റൂം, അതുപോലെ ഇടത് ഭാഗത്തൊരു ബെഡ്റൂം, അതുപോലെ ഈ ഭാഗത്തും അടുക്കളയുടെ ചേർന്നൊരു ബെഡ്റൂം. ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഓപ്പൺ കിച്ചണ് നമുക്ക് വന്നിട്ടുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ 2 ടൈലാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ടൈലിനെയാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റോ അല്ലെങ്കിൽ നാനോവൈറ്റോ അങ്ങനത്തെ ഒന്നല്ല കൊടുത്തിട്ടുള്ളത്, ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ടൈൽ പറഞ്ഞാൽ മാർബോണൈറ്റിൻ്റെ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈലിന് 150 രൂപയാണ്. അങ്ങനെ 2 ടൈലാണ് നമുക്കിതിന് ചിലവ് വന്നിട്ടുള്ളത്. 300 രൂപയുടെ ടൈൽസാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. താഴെ സൈഡായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ താഴത്ത് വിരിച്ചിട്ടുള്ള ഇതേ ടൈൽ തന്നെയാണ്. അതായത് താഴത്ത് നമ്മുടെ വുഡ് പാനലിങ്ങിൻ്റെ പോലത്തെ ടൈലാണ് നമ്മൾ സൈഡായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡിൻ്റെ തന്നെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ കളറും ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി എടുത്ത് കാണിക്കും ഈ കളറുകൾ. പിന്നെ ഇതിലിപ്പോൾ പെട്ടെന്നൊരു ചായാവ് അല്ലെങ്കിൽ ഒരു വൃത്തികേടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇതിൻ്റെ കളറുള്ളത്. ഒരു ഡിസൈൻ അങ്ങനത്തെ രീതിയിലാണ്. ഈ ടൈല് നമ്മൾ കുറച്ച് കൂടുതൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 23-24 ബോക്സോളം നമുക്ക് ഇതേപോലത്തെ പൊട്ട് ടൈല് എന്ന് പറഞ്ഞാൽ ഇതിന് മുൻപ് ഞാൻ കാണിച്ചിരുന്നു. നമുക്കൊരു മൂലയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരിക്കും. ആ ഭാഗത്തിനാണ് നമ്മൾ ഈ ഒരു റേഞ്ചിൽ കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ടൈലിന് നമുക്ക് ഏകദേശം വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 360-400 രൂപേൻ്റെ അടുത്ത് വരും. ഇതുണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ പൊട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ടൈൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ടൈൽ ഇവിടെ വെച്ചു എന്ന് കൂട്ടുക. ഇത്രയും ഭാഗം ഇവിടെ ഈ ഒരു ചെറിയ പീസ് ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ചില ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമുക്കിത് ഒരു പീസ് 150 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതേ ടൈൽ തന്നെയാണ് നമ്മുടെ അടുക്കളയിലും കൊടുത്തിട്ടുള്ളത്. അടുക്കളയിൽ ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ എന്താ പറയുക, സ്ലാബായിട്ട് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സ്ലാബായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ടൈൽ തന്നെയാണ്. ടൈല് ആകെ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ചുമര് മാത്രമാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്ന ഈ ഒരു ചുമര് മാത്രമാണ്. ആ ചുമരിലൊക്കെ നമ്മൾ അതേ ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അപ്പോൾ ഈ ഒരു ഭാഗം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഇവിടെ ഇപ്പോൾ നല്ല കാറ്റാട്ടോ. അതായത് നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, കാറ്റടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അതായത് ഈ ഒരു ഷീറ്റ് ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം. കാറ്റ് നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സമയത്ത് കാറ്റടിക്കുന്നില്ല. അതായത് ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരാൻ നിൽക്കുന്ന സമയത്ത് കാറ്റ് പോകും. അതാണ് ഇതിൻ്റെ പ്രശ്നം. കാറ്റ് നല്ലോണം അടിക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഇപ്പോൾ കാറ്റടിക്കുന്നില്ല, പക്ഷേ കാറ്റ് നല്ലോണം അടിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇലകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാറ്റടിക്കുന്നത് കാണിച്ചു തരാൻ പറ്റുന്നില്ലല്ലോ. അല്ല, ഈ ഒരു ഇളം കാറ്റ് നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഒരു സ്ലൈഡിങ് ഡോറാണ് വരിക. 2 സ്ലൈഡിങ് ഡോറാണ് ഈ ഭാഗത്തേക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതായത് തീയൊക്കെ കത്തിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് 2 സ്ലൈഡിങ്ങും ഈ ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് കാറ്റ് വുഡിലേക്ക് സ്റ്റവിൻ്റെ ഭാഗത്തേക്ക് പെട്ടെന്ന് വരില്ല. ഇതാണ് നമ്മുടെ അടുക്കളയുടെ കാഴ്ച കേട്ടോ. അടുക്കള കാണാൻ നല്ല രസമല്ലേ. അത് ഞാൻ പറഞ്ഞിരുന്നു. ഇത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഇവിടെ ജനൽ വെക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. ജനൽ വെച്ചിരുന്നെങ്കിൽ സത്യത്തിൽ ഈ ഒരു വൈബ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരുന്നില്ല. ഓൾറെഡി ഇപ്പോൾ കാറ്റ് ഒരുപാട് നമുക്ക് ഉള്ളിലേക്ക് കിടക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഒരു അടുക്കളയുടെ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന സമയത്ത് കാറ്റൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ
അടുക്കളയുടെ ഒരു കാഴ്ച. അടുക്കളയ്ക്ക് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 ഒരു 8 ടൈലുണ്ടായിരിക്കും. 8 ടൈലിന് നമ്മൾ 800 500 അതായത് 1300 രൂപ 1300 രൂപേൻ്റെ ടൈലാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇത്രയും കാണുന്നൊരു ഏരിയ, ഈ കാണുന്നൊരു ഏരിയയിൽ ഇപ്പോൾ 1300 രൂപയുടെ ടൈലാണ്. അതിൻ്റെ താഴത്തും കൂടി കൂട്ടുകയാണെങ്കിൽ 1750 രൂപ 1800 രൂപ മാക്സിമം. ഈ ഒരു കാണുന്നൊരു ഏരിയയിൽ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഈ ഒരു കാണുന്ന ഇത്രയും ഭാഗം താഴത്തുള്ള ഈ ഒരു 3 ടൈല്, ഈ ഭാഗത്തുള്ള 3 ടൈല്, പിന്നെ ഈ കാണുന്നൊരു ഏരിയ, ഈ കാണുന്നൊരു ഏരിയ, ഈ കാണുന്ന ഏരിയ, ഇത്രയും ഭാഗത്തേക്ക് നമുക്ക് വന്നിട്ടുള്ള ടൈലിൻ്റെ മൊത്തം ചാർജാണ് ഞാൻ പറഞ്ഞത് 1800 രൂപ. അതാണ് ഞാൻ പറഞ്ഞത്, ചിലവ് ചുരുക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പലർക്കും ഇതൊരു ഇവനിങ്ങനെ ചിലവ് ചുരുക്കേണ്ട ആവശ്യം അങ്ങനത്തെ, അതായത് ഇവിടെയൊക്കെ നല്ല ബ്രാൻഡഡ് കയറ്റണ്ടേന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ നിങ്ങളോടും പറയുന്നത് സാമ്പത്തികം ചിലവാക്കുന്നതിൽ ഒരുപാട് ചിലവ് കുറച്ച് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ബഡ്ജറ്റ് ചിലവാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണക്കാർക്ക് ഇങ്ങനെ എന്തൊക്കെ രീതിയിൽ ചിലവ് കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ താഴത്തുള്ള ഒരു ഏരിയ ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗം കണ്ടത് നിങ്ങൾ, ഇത് നമ്മുടെ റാക്കിൻ്റെ അടിയിലേക്ക്, അതായത് ഈ ഷെൽഫ് പോലെ തന്നെ താഴത്തും ഷെൽഫ് വരും. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് പോകുന്ന ഏരിയയാണ്. അതുകൊണ്ടാണ് അതും ആ ഒരു ടൈല് കൊടുത്തിട്ടുള്ളത്. ഒരു ടൈലിന്, ഈ ഒരു ടൈലിന് 150 രൂപയാണ് റേറ്റ് വരുന്നത്. 150ൻ്റെ റേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ടായിരിക്കും, അപ്പോൾ ആ സൈഡ് നമ്മൾ പൊട്ടിച്ച് കളയും, ഒരേ അളവിൽ കട്ട് ചെയ്ത് വെക്കും. പക്ഷേ ഇത് കണ്ടാലൊന്നും മനസ്സിലാവില്ല. കണ്ട 4-2ൻ്റെ ടൈൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ തോന്നുള്ളൂ. പിന്നെ പണിക്കൂലിയും കൂടി കൂട്ടുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് 2 ദിവസത്തെ പണി വന്നിട്ടുണ്ട് ഏകദേശം. അപ്പോൾ 1800, 2800, 3800, ഏകദേശം ഒരു 4000 രൂപയുടെ വർക്കാണ് ഈ കാണുന്നത് നിങ്ങൾ കേട്ടോ. ടൈലിൻ്റെ വർക്ക് മാത്രം 4000 രൂപയുടെ ടൈലിൻ്റെ വർക്കാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അത്രേ എക്സ്പെൻസ് വരുള്ളൂ. അത് നമ്മൾ ഗ്രാനൈറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നതൊക്കെ നല്ല തന്നെയാണ്. അതായത് ഒരിക്കലും ഞാൻ അതിനൊന്നും എതിരല്ല കേട്ടോ. കാരണം അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഗ്രാനൈറ്റ് ചെയ്യുന്നവരുണ്ട്, നാനോവൈറ്റ് ചെയ്യുന്നവരുണ്ട്. എല്ലാം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ അത് നമ്മളെ ചിലവ്, അതായത് ഇതെല്ലാം നമുക്ക് കാണാത്തൊരു എക്സ്പെൻസാണ്. നമ്മുടെ വീട് പണി ആരെടുക്കുകയാണെങ്കിലും എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട് ഒരു സ്ട്രക്ചറായി കഴിഞ്ഞിട്ട് എല്ലാവരും നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഇനിയാണ് പൈസ വരിക, ഇനിയാണ് നമുക്ക് ചിലവ്, കാണാത്ത ചിലവാണ് ടൈലിൻ്റെ വർക്ക്, കറണ്ടിൻ്റെ വർക്ക്, അങ്ങനെ. അത് സത്യസന്ധമായൊരു കാര്യമാണ്. അതായത് അതെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് സ്ട്രക്ചർ ആവാൻ വലിയ റിസ്ക് ഉണ്ടാവില്ല. സ്ട്രക്ചർ ആയി കിട്ടാൻ പെട്ടെന്നുണ്ട്. ഒരു വീട് ഒരു സ്ട്രക്ചർ രീതിയിൽ നല്ല ഭംഗിയായി കിട്ടാൻ പെട്ടെന്നായിട്ട് ചെയ്യും. പക്ഷെ അതിൽ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ കാണാത്ത ഒരുപാട് എക്സ്പെൻസുകൾ നമ്മളെ ചിലവിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അതായത് എങ്ങനെയൊക്കെയാണ് ചിലവ് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ചിലവ് വരിക, എവിടേക്കാണ് നമുക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയുക, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കട്ടോ. എനിക്കിതിനെപ്പറ്റി ഭയങ്കര ജ്ഞാനമൊന്നുമില്ല, അത് ഞാനിപ്പോൾ തന്നെ പറയാം. അതായത് നമുക്ക് ഇത് പഠിച്ച് ഓരോരോ വർക്ക് ചെയ്ത് ഇങ്ങനെ പഠിച്ച് വന്ന് അങ്ങനെ അതുകൊണ്ടുള്ളൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ പോരായ്മകൾ ഉണ്ടായിരിക്കും. ഇതൊരു പക്ക എന്താ പറയുക, ഇതിനെപ്പറ്റി ഭയങ്കര ധാരണയുള്ള ഒരാൾ പറഞ്ഞൊന്നല്ല. ഇതിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നെഗറ്റീവുകൾ കുറേ ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ എക്സ്പെൻസ് വേറെ രീതിയിൽ കുറയ്ക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന നെഗറ്റീവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാലേ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനനുസരിച്ചൊക്കെ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഞാനിത് എൻ്റെ കാര്യം, എൻ്റെ ചിന്താഗതി, അതായത് ഞാനും വൈഫും കൂടിയുള്ള പ്ലാനിലാണ് ഇത് പല കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പല ചിന്താഗതികളിൽ കൂടെയാണ് നമ്മൾ ഈ വീടിൻ്റെ ഓരോ വർക്കുകളും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്നാലേ നമുക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വീടിൻ്റെ വർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് ആളുകൾ നമുക്ക് വാട്സപ്പിൽ കൂടിയും അല്ലാതെ കമൻ്റായിട്ടൊക്കെ അറിയിക്കുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.